പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് ഹെറ്ററോസിസ്. നിങ്ങൾ ജനറ്റിക്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഹെറ്ററോസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ കാണാം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗർ. ഇതൊരു ഹെറ്ററോസിസിന്റെ ഒരു ഉൽപ്പന്നമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഹെറ്ററോസിസ്? Heterosis refers to the phenomenon in which hybrid offspring exhibit characteristics that lie outside the range of the parents. അല്ലേ, നമ്മൾ ഒരു പാരന്റിന്റെ റേഞ്ചിനേക്കാളും അപ്പുറത്തേക്ക് ഒരു പർട്ടിക്കുലർ ഓസ്പ്രിങ്, ഒരു പർട്ടിക്കുലർ ജനറേഷനിൽ ഉണ്ടാവുന്ന പ്ലാന്റ് കാണിക്കുന്ന സ്വഭാവ സവിശേഷതയുടെ പേരാണ് ഹെറ്ററോസിസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. M017, ഓക്കെ, B73. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് F1 ജനറേഷൻ ഉണ്ടായത്. ഈ രണ്ട് പാരന്റിനെ ക്രോസ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ജനറേഷൻ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ പാരന്റ്സ്. ഇത് നോക്കൂ നിങ്ങൾ, ഈ പാരന്റിനെ ഇവിടെ വളരെ നന്നായിട്ട് ഇതിന്റെ മോർഫോളജിക്കൽ വളർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫ്രൂട്ടിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രം ദിസ് പിക്ചർ ഇറ്റ് സെൽഫ് വി ക്യാൻ സീ ദ value and the definition of heterosis. So heterosis is nothing but it refers to the phenomenon in which hybrid offspring exhibit characteristics that lies outside the range of the parent. പാരന്റിനേക്കാളും കൂടുതൽ അതിന്റെ ക്വാളിറ്റിയിൽ, അതിന്റെ ക്വാണ്ടിറ്റിയിലൊക്കെ കാണിക്കുന്ന സ്വഭാവ സവിശേഷതയുള്ള വളരെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെയാണ് ഹെറ്ററോസിസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന്റെ പേരാണ് ഹെറ്ററോസിസ് എന്ന് പറയുന്നത്. നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ ഹെറ്ററോസിസ് എന്ന് പറയുന്ന പ്രക്രിയ നമുക്ക് നോക്കാം. ഹെറ്ററോസിസ് എന്ന് പറയുന്നത് വാരീസ് among traits and tissues. ഇത് സാധാരണ ട്രേറ്റ്സും ടിഷ്യൂസും ഒക്കെ വളരെ വിഭിന്നമായി കാണിക്കുന്ന ഒരു പ്രക്രിയയാണ്. സെർച്ച് ഫോർ യൂണിഫൈങ് പ്രിൻസിപ്പിൾ among traits and species may not be successful. പലപ്പോഴും ഇത് പല രീതിയിലും സക്സസ്ഫുൾ ആവാറില്ല. ഇറ്റ്സ് എ റെയർ ഇൻസിഡന്റ് that happened once in a while, once in a blue moon എന്നൊക്കെ പറയും പോലെ തന്നെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഹെറ്ററോസിസ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്ട് മെക്കാനിസം കോസസ് ഓഫ് മോളിക്കുലാർ വേരിയേഷൻ. പലപ്പോഴും ഇത് നടക്കുന്നത് ചിലപ്പോൾ മോളിക്കുലാർ വേരിയേഷന്റെ ഭാഗമായിട്ടാണ്. ചിലപ്പോൾ മേ ബി ജിനോം, ട്രാൻസ്ക്രിപ്റ്റോം, എപ്പിജിനോം ആൻഡ് ആക്ഷൻ ടു പ്രൊഡ്യൂസ് ഫിനോടൈപ്പിക് ഹെറ്ററോസിസ്. അങ്ങനെ പല തരത്തിലുള്ള പ്രോസസ്സിനും വിധേയമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹെറ്ററോസിസ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടാവുന്നത്. Selective pressure and genetic load matters. The selective pressure and genetic load matters also here. Then modern day lines represent significant selection upon natural genetic material. അങ്ങനെ പലതരത്തിലുള്ള നാച്ചുറൽ ആയിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയലിന്റെ കൺസെപ്റ്റിലൊക്കെ ഇത് നമുക്ക് പറയാൻ കഴിയും. ലിമിറ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഹെറ്ററോട്ടിക് ഗ്രൂപ്പ്. പലപ്പോഴും ഇതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ഗ്രൂപ്പിൽ കൂടെയാണ്. സോ ദീസ് ആർ ദ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പെക്യുലർ ഫീച്ചർ ഓഫ് ഹെറ്ററോസിസ്. എന്തൊക്കെ തരത്തിലുള്ള ഹെറ്ററോസിസ് നമുക്ക് കാണാൻ കഴിയും? നമുക്ക് കാണാം, പല തരത്തിലുള്ള ഹെറ്ററോസിസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ട്രൂ ഹെറ്ററോസിസ്, ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ്. ട്രൂ ഹെറ്ററോസിസ് ഉണ്ട്. ഇപ്പൊ സാധാരണ നമ്മുടെ മനുഷ്യന്മാരുടെ തന്നെ നമ്മൾ കാണാറില്ല, ചില ആൾക്കാർ ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കുന്ന കുട്ടികളുണ്ടാവും, ചില ആൾക്കാർ മനുഷ്യന്മാരുടെ. ഇതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കാളുള്ള പെർഫോമൻസ് കാണിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെ? അച്ഛനും അമ്മയും സാധാരണക്കാരായിരിക്കും, പക്ഷെ അവർ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഉന്നതമായ റാങ്ക് നേടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഹെറ്ററോസിസ്. ഇതേപോലെ തന്നെയാണ് ക്രോപ്സിലും ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് റെഗുലർ ആയിട്ട് കാണാൻ കഴിയും. സോ ഇറ്റ് ഈസ് കോൾഡ് ട്രൂ ഹെറ്ററോസിസ്, ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ്, അല്ലെ? അത് പലപ്പോഴും ചില പാരന്റ്സ് വളരെ നല്ല പെർഫോമൻസ് ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെ? അവരുടെ ക്യാരക്ടർ അതേപോലെ തന്നെ കുട്ടികളിലേക്ക് വരാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹെറ്ററോസിസ്. ട്രൂലി ഇൻഹെറിറ്റഡ് ആണ്. പ്യൂർ ആയിട്ട് പാരന്റ്സിൽ നിന്നും വരുന്ന ചില ഹെറ്ററോസിസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. പാരന്റ്സ് വളരെ ശക്തമായിരിക്കും, പാരന്റ്സ് വളരെ ബ്രില്യന്റ് ആയ ആൾക്കാരായിരിക്കും. സോ ദാറ്റ് ബ്രില്യൻസി also we can see in the case of children. It can be further divided into two types. ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മ്യൂട്ടേഷണൽ ട്രൂ ഹെറ്ററോസിസ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ബാലൻസ്ഡ് ട്രൂ ഹെറ്ററോസിസ്. അപ്പോൾ ഈ പറയുന്ന ട്രൂ ഹെറ്ററോസിസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മ്യൂട്ടേഷണൽ, സെക്കൻഡ് വൺ ഈസ് ബാലൻസ്ഡ്. എന്താണ് മ്യൂട്ടേഷണൽ? ഇറ്റ് ഈസ് എ ഷെൽട്ടറിങ് ഓർ ഷാഡോയിങ് ഓഫ് ദ deleterious, unfavorable, often lethal, recessive mutant gene may be by their adaptability superior dominant alleles. അങ്ങനെ സാധാരണ ഒരു മ്യൂട്ടേഷൻ ലെവലിൽ ചില സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹെറ്ററോസിസ് ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൂ ഹെറ്ററോസിസ് ഓർ മ്യൂട്ടേഷണൽ ഹെറ്ററോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഷെൽട്ടറിങ് ഓർ ഷാഡോയിങ് ഓഫ് ദ deleterious, unfavorable, often lethal,
recessive mutant gene by their adaptively superior dominant alleles. Then next one is called balanced true heterosis. It arises out of balanced gene combination with better adaptive value and agriculture usefulness. Another one is called balanced. It is arise out of balanced genome combination with better adaptive values and agriculture usefulness. The next one is called pseudo heterosis. എന്താണ് pseudo heterosis? Crossing of the two parental form bring in an accidental, excessive and unadaptable expression of temporary vigor and vegetative overgrowth. It is also called luxuriance. So these are the two important categories of heterosis. One is called true heterosis and other one is called pseudo heterosis. So remember what is true heterosis and what is actually the pseudo heterosis. It's a simple category of heterosis that is that we were discussed. നമുക്ക് നിങ്ങൾ ഹെറ്ററോസിസ് ഇനിയും നമുക്ക് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണും. ജസ്റ്റ് നമ്മളോട് ഹെറ്ററോസിസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബട്ട് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻ. വൈഡ് ഹൈബ്രിഡൈസേഷൻ ഹെറ്ററോസിസ് നമുക്ക് കാണാൻ പറ്റും. ഹെറ്ററോസിന്റെ ഒരു ഇന്റൻസിറ്റി ആണ്, എത്രത്തോളം ഇത് പോവാം. വൈഡ് ഹൈബ്രിഡൈസേഷൻ ഹെറ്ററോസിസ്, ഇന്റർ സബ് സ്പെസിഫിക് ഹെറ്ററോസിസ് ആൻഡ് ഇൻട്രാ സ്പെസിഫിക് ഹെറ്ററോസിസ്. വൈഡ് ഹൈബ്രിഡൈസേഷൻ കാണാം, വ്യത്യസ്തമായ ജീനസുകൾ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യാം, അങ്ങനെ ഉണ്ടാവുന്ന ഹെറ്ററോസിസ്. ഇന്റർ സബ് സ്പെസിഫിക് ഉണ്ടാവും, സ്പീഷീസ് ലെവൽ ഉണ്ടാവാം. ഇന്റർ സ്പീഷീസ് ഹെറ്ററോസിസ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസുകൾ തമ്മിലൊക്കെ ആവാം. So what is wide hybridization, strong heterosis, genetic instability and poor reproductive compatibility? ഇതൊക്കെയാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. Then second one, inter subspecific, intermediate heterosis, reproductive compatibility and seed setting. Then intraspecific heterosis, higher breeding efficiency, easily manipulating and better seed set. So these are the most popular type of heterosis that we are seen in the case of heterosis. ഇനി ചില വളരെ പ്രധാനപ്പെട്ട ഹെറ്ററോസിസുമായി ബന്ധപ്പെട്ട വളരെ ചില പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻ പറയാം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ആഡ്. ഫിനോടൈപ്പിക് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹെറ്ററോസിസ്. ഫിനോടൈപ്പിക് മാനിഫെസ്റ്റേഷൻ ആണ്, അതായത് ഭൗതികപരമായ തരത്തിലുള്ള അല്ലെങ്കിൽ പുറമെ കാണുന്ന ചില പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ വേരിയേഷൻ നടത്തുന്ന പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഹെറ്ററോസിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കാണാൻ പറ്റും, നിങ്ങൾ ഇതാണ് 2 പാരന്റ്സ്. ഈ പാരന്റിൽ നിന്നും ഈ ഓസ്പ്രിങ്ങിന് എത്രമേൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ. ഇതിന്റെ കൂട്ടം, ഈ തക്കാളി കൂട്ടം നിങ്ങൾ ശ്രദ്ധിക്കൂ. സുപ്പീരിയർ പെർഫോമൻസ് ഓഫ് heterozygous F1 ഹൈബ്രിഡ് പ്ലാന്റ്സ് in terms of increased biomass, size, yield, speed of development, fertility, resistance to disease and insect pest or to the climatic rigors of any kind of compared to the average of their homozygous parental inbreed lines. ചുരുക്കി പറഞ്ഞാൽ അത്രയുള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്. പാരന്റ്സിനേക്കാൾ കൂടുതൽ പലതരത്തിലുള്ള ക്വാളിറ്റി, എന്തൊക്കെ, ബയോമാസ്, എണ്ണത്തിൽ, അളവിൽ, തൂക്കത്തിൽ, സൈസിൽ, ഷൈപ്പിൽ, ഈൽഡിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓസ്പ്രിങ്ങിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് പറയുന്നത്, ഹെറ്ററോസിസ് എന്ന് പറയുന്നത്. Heterosis was first described by Charles Darwin and independently rediscovered by Shull. പലപ്പോഴും ചിലപ്പോൾ ഒബ്ജക്റ്റീവിൽ ചോദിക്കാം ആരാണ് ഇത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ചാൾസ് ഡാർവിൻ ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് റീഡിസ്കവർ ചെയ്തിരിക്കുന്നത് ആരാണ്, ഷൾ ആണ്. Terms coined by Shull in 1952 as stimulation of heterozygosity. ഈ ടേം യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കൺസെപ്റ്റ് കോയിൻ ചെയ്തിരിക്കുന്നത് ഷള്ളാണ്. After maize hybrid was first utilized in the field on large scale in USA in 1930s. 1930s ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ പറയുന്ന മെയ്സ് ആളുകളിലേക്ക് എത്തിപ്പെട്ടത്. ഫസ്റ്റ് ഹേസ് ആൻഡ് ജോൺസ് റിപ്പോർട്ടഡ് ഹൈബ്രിഡ് വിഗർ ഫോർ കുക്കുംബർ മെയിൻലി കോൺട്രിബ്യൂട്ടഡ് ടു നോട്ടബിൾ ഇൻക്രീസിംഗ് ഓഫ് ഫ്രൂട്ട് സൈസ് ആൻഡ് നമ്പർ. ഏറ്റവും കൂടുതൽ ഇത് ഹൈ ആൻഡ് ജോൺസ് 1960 കുക്കുംബറിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള റിസൾട്ട് കണ്ടിരിക്കുന്നത്. F1 hybrid of brinjal was utilized before 1925 in Japan. F1 hybrid ആദ്യമായിട്ട് ബ്രിഞ്ചാളിലൂടെയാണ് ജപ്പാനിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. So these are some of the most important pictures regarding to the heterosis. Quantitative definition. Okay, you can see the structures. ജനറേഷൻ അനുസരിച്ച് മാറുന്നതനുസരിച്ച് ഇതിന്റെ സൈസ്, ചോളത്തിന്റെ പ്രധാനമായിട്ടും മെയ്സിലാണ് ഈ ഹെറ്ററോസിസ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെയ്സിനെ ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത്. So this is actually the result. This is a one parent, this is another parent, both parents united together to form a heterosis children. This children or this offspring or this product is larger than that of parent. That concept is actually
the heterosis. So this is actually the concept of heterosis. Just already ഞാൻ notes ഒക്കെ detail ആയി തന്നിട്ടുണ്ട്. This is for additional information. You please carefully listen. Okay, thank you.